നമസ്കാരം, ഞാൻ സുമൻ കുമാറാണ്. നമ്മൾ ഇന്ന് ഒരു പുതിയ സോഫ്റ്റ്വെയറുമായിട്ടാണ് വരുന്നത്. ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു 13 ബേസിക് ക്ലാസ്സുകൾ ഞാൻ എടുത്തു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സുകളെന്ന് പറയുന്നത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ക്ലാസ്സുകളാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അഡോബ് ഇല്ലുസ്ട്രേറ്റർ ഞാനിപ്പോൾ എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ നിന്നും വരച്ച് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുപോയി അനിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇല്ലുസ്ട്രേറ്ററും കൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് നാളുകളായി ഞാൻ വീഡിയോസുകളൊന്നും ഇടുന്നില്ലായിരുന്നു. കാരണം ഞാൻ വേറൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു. സിനിമയിലെ വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റായിട്ട് ഞാനിപ്പം ജോലി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സമയക്രമങ്ങൾ കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊന്നും ഇടാഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും സബ്സ്ക്രൈബേഴ്സിനും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഇല്ലുസ്ട്രേറ്റർ എന്താണ്? ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത്, ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഗ്രാഫിക് ഇമേജാണ്. വെക്റ്റർ ഗ്രാഫിക് ഇമേജ് എന്ന് പറയുമ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് റാസ്റ്റർ ഇമേജ്, ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ഇമേജ്. ഫോട്ടോഷോപ്പ് റാസ്റ്റർ ഇമേജ് എന്ന് പറയാൻ കാരണം പിക്സലുകൾ, ചെറിയ ചെറിയ ബോക്സുകളായിട്ടുള്ള പിക്സലുകൾ കൊണ്ട് കളർ ചെറിയ ബോക്സുകൾ കാണും. അതിനെ പിക്സൽ എന്ന് പറയുന്നത്. വളരെ ഒന്നിലധികം പിക്സലുകൾ ചേർന്നാണ് ഫോട്ടോഷോപ്പ് ക്രിയേറ്റ് ആയത്. ഇല്ലുസ്ട്രേറ്റർ ക്രിയേറ്റ് ആയിരിക്കുന്നത് ലൈൻസ് ആൻഡ് കർവുകൾ കൊണ്ടാണ് ഇല്ലുസ്ട്രേറ്റർ ക്രിയേറ്റ് ആയത്. അതുകൊണ്ടാണ് അതിനെ വെക്റ്റർ ഗ്രാഫിക് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇല്ലുസ്ട്രേറ്ററിനകത്ത് ഞാൻ കടക്കുകയാണ് ലേഔട്ടിലേക്ക്. നമ്മൾ ഫസ്റ്റിലെ ഫയൽ ന്യൂ എടുക്കുന്നു. എടുത്തതിന് ശേഷം അവിടെ A4 പോസ്റ്റ് കാർഡ് കസ്റ്റം. ഇവിടെ ഡിഫോൾട്ട് ഞാൻ ഇവിടെ എടുത്ത സൈസുകളായതുകൊണ്ടാണ്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് സേവ് ചെയ്ത ഫയലുണ്ടെങ്കിൽ കാണാം, റീസെൻറ്റ് ഫയലുണ്ടെങ്കിൽ ഇവിടെ കാണാം. മൊബൈൽ സൈസുകൾ, വെബ് പേജ് സൈസുകൾ, പ്രിൻ്റ് മീഡിയ സൈസുകൾ, ഫിലിം ആൻഡ് വീഡിയോ സൈസുകൾ, ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻ. ഓക്കെ, അപ്പം ഞാനിവിടെ പ്രിൻ്റ് മീഡിയ കൊടുക്കുകയാണ്. അതിൽ A4 കൊടുത്തു, അല്ലെങ്കിൽ ലെറ്റർ, അല്ലെങ്കിൽ A3, ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. തൽക്കാലം ഞാൻ A4 കൊടുക്കുന്നു. ഇവിടെ വിഡ്ത്ത് 210 മില്ലിമീറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ഹൈറ്റ് 297 മില്ലിമീറ്റർ. അപ്പോൾ എനിക്ക് മില്ലിമീറ്ററിനെ കൺവേർട്ട് ചെയ്ത് ഏതൊക്കെ മാറ്റാം? ഇഞ്ചസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാം, സെൻറ്റിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാം. എനിക്ക് ഏത് വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് മാറ്റാം. നമ്മളുടെ പേജ് ഓറിയൻറ്റേഷൻ വരുന്നത് പോർട്രേറ്റാണ്. നമ്മുടെ A4 സൈസ് പോർട്രേറ്റാണ്. എനിക്ക് ലാൻഡ്സ്കേപ്പായിട്ട് മതിയെങ്കിൽ ലാൻഡ്സ്കേപ്പായി കൊടുക്കാം. തൊട്ടപ്പോഴത്തെ ആർട്ട് ബോർഡുണ്ട്. ആർട്ട് ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു പേജിൽ തന്നെ നിന്നുകൊണ്ട് ഒന്നിലധികം ആർട്ട് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ആർട്ട് ബോർഡ്. അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്ക് പറഞ്ഞു തരാം. തൊട്ട് താഴെ മോർ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ കളർ മോഡ് CMYK വേണമെങ്കിൽ CMYK, RGB ആണെങ്കിൽ RGB. പ്രിൻറ്റിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്? CMYK ആണ്. RGB നമുക്ക് ഫിലിം ആൻഡ് വീഡിയോ, വെബ് എന്നീ മേഖലകളിലേക്ക് നമുക്ക് RGB കളർ മോഡ് ഉപയോഗിക്കാം. ഞാനിവിടെ ക്രിയേറ്റ് ഡോക്യുമെൻ്റ് കൊടുക്കുന്നു, ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ വൈറ്റ് ബോർഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ആർട്ട് ബോർഡ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ആർട്ട് ബോർഡ്. ഈ ആർട്ട് ബോർഡ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇതിനെ റീ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഫോട്ടോഷോപ്പിന് കണക്കുപോലെ ആർട്ട് ബോർഡിനെ റീ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതെവിടെയാണ്? നമ്മുടെ റൈറ്റ് സൈഡിലുള്ള എഡിറ്റ് ആർട്ട് ബോർഡ്. ഇല്ല എങ്കിൽ ഇവിടെ ഡോക്യുമെൻറ്റ് സെറ്റപ്പ്, ടോപ്പ് ബാറിൽ ഡോക്യുമെൻറ്റ് സെറ്റ് അല്ലെങ്കിൽ എഡിറ്റ് ആർട്ട് ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതവിടെ ക്രോപ്പ് ഏരിയ പോലെ സെലക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാം. എത്ര വേണമെങ്കിൽ, ഇപ്പോൾ 35 വേണമെങ്കിൽ 35 കൊടുക്കാം. അപ്പോൾ ഹൈറ്റ് ഒരു 10 മതിയെങ്കിൽ 10 കൊടുക്കാം. ഇവിടെ ഒരു 15 മതിയെങ്കിൽ 15 കൊടുക്കാം. അപ്പോൾ നമുക്ക് ആർട്ട് ബോർഡിനെ റീ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, അതിനിപ്പുറത്തായിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ആർട്ട് ബോർഡ് 1 ഇതവിടെ ന്യൂ ആർട്ട് ബോർഡ്. അപ്പം ഒന്നിലധികം ആർട്ട് ബോർഡായി. കണ്ടോ? അപ്പം 3 ആർട്ട് ബോർഡായി.
അപ്പോൾ ഈ ആർട്ട് ബോർഡ് എനിക്ക് ലാൻഡ്സ്കേപ്പ് കണ്ട പോർട്രേറ്റ് മതി, കണ്ടോ പോർട്രേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇനി വീണ്ടും ന്യൂ ആർട്ട് ബോർഡ് എടുത്താൽ ബാക്കിയെല്ലാം പോർട്രേറ്റ്. എനിക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ്, കണ്ടോ സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ സെലക്ഷനായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം പിടി കിട്ടിയല്ലോ. ആർട്ട് ബോർഡിനെ നമുക്ക് റീ എഡിറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇല്ലുസ്ട്രേറ്ററിൽ. ഇനി നമുക്ക് നേരെ സെലക്ഷൻ ടൂൾസിലേക്ക് വരാം. ടൂൾസിനകത്ത് ഫസ്റ്റ് സെലക്ഷൻ ടൂളാണ്. സെലക്ഷൻ ടൂൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാനൊരു ടൂൾസ് പഠിക്കുന്നു, റെക്റ്റാങ്കിൾ ടൂൾ. ജസ്റ്റ് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ വരയ്ക്കുന്നു. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ സ്വാച്ചസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ കളറൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു കളർ ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്ത ശേഷം ഞാൻ സൂം ചെയ്യാണ്. ഫോട്ടോഷോപ്പ് പോലെ തന്നെയാണ് സൂം ചെയ്യുന്നത്. സൂം ചെയ്തു. ഫസ്റ്റ് എന്ന് പറയുന്നത് സെലക്ഷൻ ടൂൾ. ഓക്കെ, സെലക്ഷൻ ടൂൾ എടുത്ത് ഞാൻ വരച്ച റെക്റ്റാങ്കിൾ ടൂളിനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിച്ചു. അതുകൂടാതെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്യാനും ഉപയോഗിച്ചു. ഞാൻ മൂവ് ചെയ്തു. അപ്പോൾ രണ്ട് ഓപ്ഷൻ നമ്മൾ പഠിച്ചു, സെലക്ട് ചെയ്തു, മൂവ് ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ദാ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാം, കണ്ടോ. പിന്നെ എന്താ, സ്കെയില് ചെയ്യാം, കണ്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏത് ടൂളിൽ പഠിച്ചു, സെലക്ഷൻ ടൂളിൽ. സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ടൂള് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, പോയിന്റിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതാ 4 സൈഡിലും 4 പോയിന്റുകളുണ്ട്. 4 പോയിന്റുകളും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം പോയിന്റുകൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ കണ്ടോ, ഓരോ നോഡ് പോയിന്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 2 പോയിന്റുകൾ, അകത്ത് 2 പോയിന്റ് ഇടുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, കർവ് ചെയ്യാം. ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പോർഷൻ ചേഞ്ച് ചെയ്യാം. 2 പോർഷൻ കൂടെ മാത്രമാണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ 2 പോർഷൻ എഡിറ്റ് ചെയ്ത് മാറ്റാം. കണ്ടോ, അതാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മാജിക് ബാൻഡ് ടൂൾ. മാജിക് ബാൻഡ് ടൂളിൻ്റെ ഉപയോഗം അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കോപ്പി അടിക്കുകയാണ്. ആൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി വരും. ജസ്റ്റ് വേറെ കളേഴ്സ് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് റെഡ് കൊടുക്കുന്നു. ഓക്കെ, മാജിക് പെൻ ടൂൾ എടുത്തിട്ട് ഞാനിപ്പോൾ യെല്ലോ കളറിൽ സെലക്ട് ചെയ്തപ്പോൾ ആ യെല്ലോ കളർ മാത്രം സെലക്റ്റായി. ഞാൻ റെഡിൽ സെലക്ട് ചെയ്തപ്പോൾ ഇതാ 2 റെഡും സെലക്റ്റായി. ഗ്രീനിൽ സെലക്ട് ചെയ്ത് 2 ഗ്രീനും സെലക്റ്റായി. ഒന്നിലധികം സോളിഡ് കളർ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഏത് ഉപയോഗിക്കാം, മാജിക് ബാൻഡ് ടൂൾ ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ലാസർ ടൂൾ. ലാസർ ടൂളിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തു. ലാസർ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഈ 3 പോയിന്റും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു, മൂവ് ചെയ്ത്, കണ്ട ലാസർ ടൂൾ വെച്ച് വരച്ചു. അതിനുശേഷം സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് ആ പോയിന്റ് മൊത്തത്തിൽ സെലക്ട് ആവും. നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ 3 പോയിന്റ് ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം 4 പോയിന്റും നോഡ് പോയിന്റും സെലക്ട് ആവും. അപ്പോൾ നമ്മൾ ലാസർ ടൂൾ ഉപയോഗിച്ച് ഈ 3 പോയിന്റും ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് 3 സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ വരുന്നത് പെൻ ടൂൾ. ഫോട്ടോഷോപ്പിൽ പെൻ ടൂൾ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇവിടെ പെൻ ടൂൾ വെച്ച് നമുക്കെന്തോ ഷേപ്പുകൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു. രണ്ടാമത്തെ ക്ലിക്ക് ഞാൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഞാൻ ഡ്രാഗ് ചെയ്തു. മൂന്നാമത്തെ ക്ലിക്കിൽ ഞാൻ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ്. നോക്കേ, കർവ് അല്ലേ. അപ്പോൾ 2 ആംഗിൾ പോയിൻ്റ് അപ്പുറം അപ്പുറമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഈ ആംഗിൾ പോയിന്റിനെ ബേസ് ചെയ്താണ് ഈ കർവ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ കണ്ടോ, മൗസ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചാൽ മതി. കണ്ടോ, ഡ്രാഗ് ചെയ്ത് വരച്ചു. ഇനി പെൻ ടൂളിനകത്ത് ആഡ് ആങ്കർ പോയിന്റ് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നിലധികം പോയിന്റുകൾ ആഡ് ചെയ്യാം. കണ്ടോ, അതിനകത്ത് ഡിലീറ്റ് ആങ്കർ പോയിന്റ്, പോയിന്റുകൾ ഡിലീറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ആങ്കർ പോയിന്റ് ടൂൾ. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ്ട് സ്ട്രെയിറ്റ് ലൈനായി എല്ലാം. കണ്ടോ, എല്ലാം സ്ട്രെയിറ്റ് ലൈനായി. ഞാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈനായ കർവ് ഒന്നും കൂടെ ജസ്റ്റ് നോഡ് പോയിന്റ് ഒന്നിട്ട് ക്ലിക്ക് ചെയ്ത് വിളിക്കുന്നു. അപ്പോൾ നോക്കേ, കർവായി. കണ്ടോ, കർവായിട്ട് മാറി. അപ്പം
നമുക്ക് സ്ട്രെയിറ്റ് ലൈനും ആക്കാം കർവും ആക്കാൻ പറ്റും പെൻ ടൂൾ ഉപയോഗിച്ച്. പിന്നെ വരുന്നതാണ് ടൂളാണ് കർവേച്ചർ ടൂൾ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അടുത്ത ക്ലിക്ക്, മൂന്നാമത്തെ ക്ലിക്കിൽ കറക്റ്റ് കർവ്, അവിടെ നാലാമത്തെ ക്ലിക്ക് ചെയ്യുന്നു, അഞ്ചാമത്തെ ക്ലിക്ക്, സർക്കിൾ റെഡി. പെട്ടെന്ന് നമുക്കൊരു ഷേപ്പ് വരയ്ക്കാൻ എളുപ്പമായ ഒരു ടൂളാണ് കർവേച്ചർ ടൂൾ. ഓക്കെ, കർവേച്ചർ ടൂൾ എന്ന് പറയുന്നത് പിടികിട്ടിയല്ലോ. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു എളുപ്പം നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ടൂളുകളാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പം ഈ ടൂളുകൾ നല്ല രീതിയിൽ പ്രാക്ടീസ് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലുസ്ട്രേറ്റർ പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കളർ ഫിൽ ചെയ്തപ്പോൾ സമയത്ത് ഒരു ടൂൾ വരച്ച സമയത്ത് ഇതാ സ്ട്രോക്ക് കളറും ഉണ്ട്, ഫിൽ കളറും ഉണ്ട്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഫിൽ കളർ ചേഞ്ച് ചെയ്യാം, സ്ട്രോക്ക് കളർ ചേഞ്ച് ചെയ്യാം. അതിനപ്പുറത്ത് തന്നെ സ്ട്രോക്കിൻ്റെ സൈസ്, പോയിൻ്റ്, എത്ര പോയിൻ്റ് വേണമെങ്കിലും കൂടുതൽ കൊടുക്കാം. കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, സ്ട്രോക്ക് കളറും ഫിൽ കളറും ചേഞ്ച് ചെയ്യാം. അതിന് ടൂൾസിൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോഴും അതേ ഓപ്ഷനുണ്ട്, ഫിൽ കളർ. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയി കളർ എടുക്കാം. സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോക്ക് കളർ കൊടുക്കാം. അപ്പോൾ അവിടെ ചേഞ്ചസ് ടു ഫിൽ ടു സ്ട്രോക്ക് ഇതാ ഇവിടെ ആരോ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ചേഞ്ച് ആവും. അതേപോലെ തന്നെ ഇവിടെ ഫില്ലിനകത്ത് വന്ന് നൺ കൊടുത്തു കഴിഞ്ഞാൽ ഫിൽ കളർ ഓഫ് ആവും. അപ്പോൾ ഫിൽ കളർ ഇട്ടതിന് ശേഷം സ്ട്രോക്ക് കളർ നൺ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്ക് കളറും നൺ ആവും. ഓക്കെ, അപ്പം ഫിൽ ആൻഡ് സ്ട്രോക്ക് മനസ്സിലായല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടൂൾസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.